ഏറെ പ്രതീക്ഷയോടെ പുതിയ പാർട്ടിയുമായി രംഗത്ത് വന്ന ആളാണ് പി.വി. അൻവർ. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത് തന്നെ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടവും പുതിയൊരു പാർട്ടിയും ലക്ഷ്യം വെച്ചാണ്. പക്ഷേ ഇപ്പോഴിതാ അൻവറിൻ്റെ ഏറ്റവും വിശ്വസ്തൻ, വലങ്കൈ എന്ന് പറയാവുന്ന പ്രമുഖ നേതാവ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേരുകയാണ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന NK സുധീറാണ് BJPയിലേക്ക് പോകുന്നത്. അൻവറിന് വിചാരിച്ച നേട്ടം കൈവരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് തീരുമാനം എന്നാണ് അദ്ദേഹം അറിയിച്ചത്. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയതോടെയാണ് സുധീറിൻ്റെ ഈ പ്രഖ്യാപനം വന്നത്. പി.വി. അൻവർ ആദ്യം തന്നെ പാർട്ടിയും MLA സ്ഥാനവും ഒക്കെ ഉപേക്ഷിച്ച് പുറത്തുപോയതോടെ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമെത്തിയ നേതാവാണ് സുധീർ. പി.വി. അൻവറിൻ്റെ UDF പ്രവേശനം വൈകുന്ന ഘട്ടത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് വ്യക്തമായതോടെയാണ് ഇപ്പോൾ ആ സുധീറും അൻവറിനെ കൈവിട്ട് പോകുന്നത്. ACC മുൻ അംഗമായിരുന്നു സുധീർ. പാർട്ടി വിടുമെന്നുറപ്പായപ്പോൾ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ട് NK സുധീറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു. 3 വർഷത്തേക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ഇതേ TMC നേതാവ് പി.വി. അൻവർ തന്നെ അറിയിക്കുകയായിരുന്നു. നമുക്കറിയാം, ചേലക്കരയിൽ CPM സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചപ്പോൾ അവിടെ സുധീർ നേടിയത് വെറും 3920 വോട്ടുകളാണ്. വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ 4000 വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും അത് നേട്ടമാണെന്ന് പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഒഴിവാക്കിയതോടെയാണ് അന്ന് പി.വി. അൻവറിൻ്റെ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കാൻ NK സുധീർ തീരുമാനിച്ചത്. പിന്നീട് അൻവറിൻ്റെ സന്തത സഹചാരിയായി. എന്നാൽ അതും പച്ചപിടിക്കില്ലെന്ന് കാണുമ്പോഴാണ് BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അൻവറിനും ഇങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെയായാൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഗതിപിടിക്കാതെ വന്നാൽ എങ്ങോട്ട് പോകുമെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംവരണ മണ്ഡലമായ ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥിയാകുകയാണ് സുധീറിൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും അൻവറിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന സുധീറിൻ്റെ വീട് വിട്ടുള്ള പോക്കിന് മുൻപേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. എന്താ പരിപാടി? ഞാൻ മിക്കവാറും BJPയിൽ ചേരാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ തുടങ്ങിയോ? ചർച്ചകൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ചർച്ചകൾ തുടങ്ങാൻ പോകണമെന്ന് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? സംസ്ഥാന പ്രസിഡന്റോടും അതുപോലെ അതിനെ ബന്ധപ്പെട്ട അധികാരികളോടും. ഒരു ഓഫറുമില്ല, ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് ഞാൻ BJPയിൽ ചേരുന്നത്. ഈ BJPയുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധിയെ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്നതാണ്. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മുടെ രാജ്യത്തെ തളർത്തുകയാണ്. ഈ സമയത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് യുണൈറ്റഡായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ നൽകേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞ പ്രതികരണം എന്തായിരുന്നു? സംസ്ഥാനം അങ്ങനെ എനിക്ക് BJP ചേരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോട് സംസാരിച്ചിട്ടില്ല. തീർച്ചയായും അനുകൂല നിലപാടാണ്. ഈ അമിത്ഷാ വരുമ്പോൾ ഈ 13-ാം തീയതി അമിത്ഷാ വരുന്നുണ്ട്, അന്ന് ചേരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ 13-ാം തീയതി മിക്കവാറും മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. അത് അമിത്ഷായുടെ കയ്യിൽ നിന്നാണോ? മിക്കവാറും അമിത്ഷായുടെ കയ്യിൽ നിന്നായിരുന്നു. പിന്നെ ഇനി കോൺഗ്രസ് തിരിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നില്ല? ഇല്ല, കോൺഗ്രസ് ഒക്കെ അടഞ്ഞ അധ്യായമാണ്. നിങ്ങൾക്ക് UDFിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ഒരാൾ പിന്നെ BJPയിലേക്ക് അല്ലല്ലോ പ്രസക്തി നഷ്ടപ്പെടുന്നു കോൺഗ്രസിന്റെ. നിങ്ങൾ നേരത്തെ പറഞ്ഞത് UDFിലേക്ക് തിരിച്ചു പോകണമായിരുന്നു ആഗ്രഹം, അത് നടക്കാതെ ഇപ്പൊ വിട്ടു. പക്ഷെ അങ്ങനെ നേരെ കോൺഗ്രസിലല്ലേ ചേരുന്നത്? ഒരിക്കലുമില്ല. കോൺഗ്രസ് ഒക്കെ ശരിക്കും ഇപ്പോൾ ഒരു അടഞ്ഞ അധ്യായം മാറിയാണ്. കാരണം ഒരു വികസന പ്രവർത്തന കാര്യങ്ങൾ നേതൃത്വം അവർ കഴിയുന്നില്ല. ഈ സതീശൻ പറയും 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എവിടെ നിന്ന് 100 സീറ്റ് കിട്ടും? ഈ അൻവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നിലമ്പൂർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചതിന് 65,000-ലധികം വോട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അവർ ജയിച്ചത് എത്ര വോട്ടിന്? 10-15 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഒരു 5000 വോട്ട് അൻവർ മറിച്ചിരുന്നെങ്കിൽ അവിടെ LDF ജയിക്കുമായിരുന്നു.
അടുത്ത നിയമസഭാ സംവിധാനത്തിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതൊക്കെ അവരുടെ പാർട്ടി നേതൃത്വം തീരുമാനിക്കണം. എനിക്കറിയില്ല. താങ്കൾ ലോകസഭയിലേക്ക് മത്സരിച്ചുള്ള ഒരു ഓ, എക്സ്പീരിയൻസ്. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അച്ചടക്കമുള്ളൊരു സാധാ പ്രവർത്തനം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ടീഷൻസും ഞാൻ വെച്ചിട്ടില്ല ബി ജെ പിക്ക്. സാധാ ഓർഡിനറി പ്രവർത്തകനായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറും മെമ്പർഷിപ്പ് മാത്രം, ഒരു ഭാരവാഹിത്വം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ.